കൃഷ്ണ ഗുരുവായൂരപ്പ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുമായിട്ട് സെപ്പറേഷനിലിരിക്കുന്ന നിങ്ങളുടെ വ്യക്തിയുടെ, നിങ്ങളുടെ പാർട്ട്ണറാകാം, നിങ്ങളുടെ ഹസ്ബൻഡാകാം, നിങ്ങളുടെ ആരുമാകാം, നിങ്ങളുടെ വൈഫാവാം, നിങ്ങൾ ലവ് ചെയ്യുന്ന ആളാവാം, ആരുമാകാം. പക്ഷേ അവരുമായിട്ട് നിങ്ങൾ നോ കോണ്ടാക്ട് സെപ്പറേഷനിലാണ്. അവരുടെ രാത്രികാല ചിന്തകളാണ്. അവർ നിങ്ങളെ രാത്രിയിലൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്താണ് അവരുടെ രാത്രികാല ചിന്തകൾ നിങ്ങളെപ്പറ്റി നമുക്ക് നോക്കാം. അതായത് ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കുറച്ച് കാർഡുകൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അപ്പോൾ റീഡിങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, ഒരു ജെൻഡർലെസ് റീഡിംഗ് ആണ്. അതുപോലെ എപ്പോൾ കാണുമ്പോഴും അത് റെസനേറ്റ് ആവുന്നതാണ്. പിന്നെ ഇതൊരു കളക്ടീവ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ഫോഴ്സ്ഫുള്ളി ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. അതായത് നിങ്ങളുടെ വ്യക്തിയുടെ രാത്രികാല ചിന്തകളാണ്. അതായത് നിങ്ങളുമായിട്ട് സെപ്പറേഷനിലിരിക്കുന്ന നിങ്ങളുടെ വ്യക്തിയുടെ രാത്രികാല ചിന്തകളാണ് നമ്മൾ നോക്കുന്നത്. അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം വന്ന ഒരു കാർഡെന്ന് പറഞ്ഞാൽ ഒരു ഹെർമിറ്റ് കാർഡാണ്. അതായത് നിങ്ങളുമായിട്ട് സെപ്പറേഷനിലായിട്ട്, നിങ്ങളുമായിട്ട് സെപ്പറേഷനിലായിട്ട് ആ ഒരു വ്യക്തി, അങ്ങനെയാണ് ഹെർമിറ്റ് കാർഡ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുമായിട്ട് സെപ്പറേഷനിലായിട്ട് തന്നെ വളരെ ആയതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ രാത്രികാലങ്ങളിൽ ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് വേദനകൾ, ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഹെർമിറ്റ് കാർഡ് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു വ്യക്തി നിലവിൽ രാത്രികാലങ്ങളിൽ, പ്രത്യേകിച്ച് ഒരു പകലൊക്കെ അവരുടെ ജോലി സ്ഥലത്തൊക്കെ ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ കാണും. പക്ഷേ രാത്രി സമയങ്ങളിലാണ് അവർ കൂടുതലും നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നതെന്നാണ്. അത്രത്തോളം ഒരു ഒറ്റപ്പെടൽ. അവരെന്തുകൊണ്ടാണ് നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പകലൊക്കെ അവരത്രയും നല്ല തിരക്കുള്ള ആളുകളായിരിക്കും, അല്ലെങ്കിൽ അവർ ജോലി ചെയ്യുന്നവരായിരിക്കും, അവരുടെ കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യും. പക്ഷേ രാത്രിയിൽ കിടക്കാൻ നേരത്ത് വരുമ്പോഴാണ് അല്ലെങ്കിൽ ഒരു രാത്രി കാലങ്ങളിലാണ് അവർ കൂടുതൽ ഈ ഒരു ബന്ധത്തെപ്പറ്റി ചിന്തിക്കുന്നത്. അവരത്രത്തോളം ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്നുണ്ട്, ഒരു മാനസിക വേദനയൊക്കെ അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് അവർ രാത്രി കാലങ്ങളിൽ വലിയ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നതെന്നാണ് ഈ ഒരു ഹെർമിറ്റ് കാർഡ് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത്. അതുപോലെ നിങ്ങളില്ലാത്ത ആ ശൂന്യത അവർക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിക്കുന്നതായിട്ടും ഈ ഒരു കാർഡിലൂടെ മനസ്സിലാക്കുന്നു. അതായത് നിങ്ങളുടെ അഭാവം, നിങ്ങളുമായിട്ട് ഒരു നോ കോണ്ടാക്ട് സെപ്പറേഷൻ ആണെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സെപ്പറേഷൻ മൂലം അവർക്ക് രാത്രിയിൽ ഉറക്കമില്ലാത്ത അല്ലെങ്കിൽ ഉറക്കമില്ലാത്ത രാത്രികളാണ് അവർക്ക് ഈ ഒരു നോ കോണ്ടാക്ട് സെപ്പറേഷൻ മൂലം, നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മൂലം ഉണ്ടാകുന്നതായിട്ട് കാണുന്നത്. അത്രത്തോളം അവർ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട്, ഒരു ഏകാന്തത അനുഭവിക്കുന്നുണ്ട്, ഭയങ്കര സോളിറ്റ്യൂഡാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അടുത്ത കാർഡെന്ന് പറഞ്ഞാൽ 6 ഓഫ് കപ്സ് എന്ന് പറഞ്ഞൊരു കാർഡാണ്. ഈ ഒരു 6 ഓഫ് കപ്സ് കാർഡ് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് പാസ്റ്റിൽ നിങ്ങൾ നടന്ന മെമ്മറി അവർ ഓർക്കുന്നതായിട്ടാണ്, ഒരു പാസ്റ്റ് മെമ്മറിയെ സൂചിപ്പിക്കുന്ന കാർഡാണ്. അതായത് നിങ്ങളോടൊപ്പം ചിലവഴിച്ച ചില നല്ല നിമിഷങ്ങൾ അവർ ഓർത്തെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് രാത്രി സമയങ്ങളിൽ. അതായത് നിങ്ങളുമായിട്ട് ഒന്നിച്ചിരുന്നപ്പോഴുണ്ടായ ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ്, അത് നിങ്ങളുടെ വ്യക്തി ആ ഒരു കാര്യത്തെപ്പറ്റിയൊക്കെ ചിന്തിക്കുന്നുണ്ട്. പഴയ മെസ്സേജുകൾ, അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് നേരത്തെ അയച്ച മെസ്സേജുകൾ, അതായത് കോണ്ടാക്റ്റിലായിരുന്നപ്പോൾ അയച്ച മെസ്സേജുകളൊക്കെ അവർ വായിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവർ നിങ്ങളുടെ ഫോട്ടോ അവർ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചിന്തകളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള മെമ്മറീസ് അവരെ ഹോണ്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് രാത്രിയിൽ. അങ്ങനെ ഒരു ഗൈഡൻസാണ്. അവർ നിങ്ങളുടെ മെസ്സേജൊക്കെ വായിക്കുന്നുണ്ട്. ഇതൊരു പാസ്റ്റ് മെമ്മറിയെ സൂചിപ്പിക്കുന്ന കാർഡാണ്. അടുത്ത കാർഡെന്ന് പറഞ്ഞാൽ 5 ഓഫ് സോഡ്സ് ആണ്. 5 ഓഫ് സോഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത് ഒരു ഈഗോയുടെ കാർഡാണ്. ഒരു ഈഗോയിസ്റ്റിക് പേഴ്സണാണ് അവർ. അതായത് അവർക്ക് സംസാരിക്കണമെന്നൊക്കെ തോന്നുന്നുണ്ട്, സംസാരിക്കണമെന്നുണ്ടെങ്കിലും അവരുടെ ഈഗോ അവരെ തടയുന്നതായിട്ടാണ് ഈ ഒരു 5 ഓഫ് സോഡിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ എന്തിനാദ്യം മെസ്സേജ് അയക്കണം എന്നൊരു ചിന്ത അവരെ അലട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചുകൂടെ, എന്തിനാണ് അവർ തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്, അല്ലെങ്കിൽ അവരെന്തിനാണ് ആദ്യം മെസ്സേജ് അയക്കുന്നത്, നിങ്ങൾക്കും അയക്കാമല്ലോ. അപ്പം അവർക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ പോലും അവരുടെ ഈഗോ അവരെ പിന്നോട്ട് വലിക്കുന്നതായിട്ടാണ് ഈ ഒരു 5 ഓഫ് സോഡിലൂടെ മനസ്സിലാകുന്നത്. ഇവിടെ ഒരു മൂൺ കാർഡ് വന്നിട്ടുണ്ട്.
അതായത് ആ ഒരു വ്യക്തിയുടെ റിയൽ ഫീലിങ്സ് ഹൈഡ് ചെയ്യുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരുടെ യഥാർത്ഥ ഫീലിങ്സ് ആ ഒരു വ്യക്തി ഇപ്പോൾ പ്രകടിപ്പിക്കുന്നില്ല, മറച്ചു വയ്ക്കുന്ന വികാരമാണ് മൂൺ കാർഡിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ആ ഒരു വ്യക്തിക്ക് പുറമേ കാണിക്കാത്തൊരു വലിയ സങ്കടം ആ ഒരു വ്യക്തിയുടെ ഉള്ളിലുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് ഈ ഒരു മൂൺ കാർഡിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാത്രിയുടെ നിശബ്ദതയിൽ അവർ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നതായിട്ടും ഈ ഒരു കാർഡ് മനസ്സിലാക്കുന്നുണ്ട്. രാത്രിയുടെ നിശബ്ദതയിൽ അവർ നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഇനി 10 ഓഫ് സോഡും 3 ഓഫ് സോഡ് കാർഡുകൾ വന്നിട്ടുണ്ട്. ഈ ഒരു കാർഡുകൾ സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നിങ്ങളോടുള്ള പേടിയാണ് അവർക്ക് സൂചിപ്പിക്കുന്നത്. അതായത് നിങ്ങൾ അവരെ മറന്നുപോയോ, എന്താണ് നിങ്ങൾ അവരെ കോണ്ടാക്റ്റ് ചെയ്യാത്തത്, നിങ്ങളവരെ പൂർണ്ണമായി ഉപേക്ഷിച്ചു എന്നൊരു പേടിയാണ് ഈ ഒരു 10 ഓഫ് സോഡും 3 ഓഫ് സോഡും. ഒരു കടുത്ത ആശങ്കയുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ. അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് പകരം മറ്റൊരാളെ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടെത്തിയോ, പുതിയൊരു വ്യക്തി ഉണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ, ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട് അവർക്ക്. അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ ഒരു വിഷമമുണ്ട്, ഒരു മാനസിക വിഷമം. അവർക്ക് പകരം ഒരു വ്യക്തിയെ നിങ്ങൾ ജീവിതത്തിൽ തിരഞ്ഞെടുത്തോ, ഒന്നും അറിയില്ല അവർക്ക്. കാര്യം നിങ്ങൾ തമ്മിൽ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ മാസങ്ങളായിട്ട് നോ കോണ്ടാക്റ്റാണ്. നിങ്ങളെപ്പറ്റി ഒരു അറിവും ആ ഒരു വ്യക്തിക്കില്ല. രണ്ടുപേരും പരസ്പരം ബ്ലോക്ക്ഡ് സിറ്റുവേഷനാണ്. എല്ലാ രീതിയിലും ബ്ലോക്ക്ഡാണ്. വാട്സപ്പ്, അതുപോലെ തന്നെ ഇൻസ്റ്റ എല്ലാം ബ്ലോക്ക്ഡാണ്. FB അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ബ്ലോക്ക്ഡാണ്. മെസ്സഞ്ചർ. അപ്പം നിങ്ങളെക്കുറിച്ചൊരു അറിവില്ലാത്തൊരു സാഹചര്യത്തിൽ അവർക്കൊരു സംശയമുണ്ട്. ഇനി അവർക്ക് പകരം നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു വ്യക്തിയെ കണ്ടെത്തിയോ, അല്ലെങ്കിൽ അവരെ നിങ്ങൾ പൂർണ്ണമായി മറന്നോ എന്നൊക്കെയുള്ളൊരു ചിന്ത ആ ഒരു വ്യക്തി അലട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ഒരു സ്റ്റാർ കാർഡ് വന്നിട്ടുണ്ട്. അത് സ്റ്റാർ കാർഡ് എന്ന് പറഞ്ഞാൽ അവരുടെ വിഷിനെയാണ്, അവരുടെ ഒരു ആഗ്രഹത്തെ സൂചിപ്പിക്കുന്ന കാർഡാണ്. അതായത് എല്ലാം പഴയതുപോലെ ആവണം എന്ന് അവരുടെ മനസ്സിലുള്ളതായിട്ടാണ് ഈ ഒരു സ്റ്റാർ കാർഡ് സൂചിപ്പിക്കുന്നത്. എല്ലാം പഴയതുപോലെ ആകണം എന്നുള്ളൊരു ആഗ്രഹം അവർക്ക് ഉള്ളതായിട്ടാണ് സ്റ്റാർ കാർഡിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയുണ്ട്. ദൂരത്ത് നിന്ന് അവർ നിങ്ങളെ ദൂരത്ത് നിന്ന് നോക്കിക്കാണാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. അതായത് അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റില്ല. കാര്യം നിങ്ങളെ ഒരുപാട് വഞ്ചിച്ചൊരു വ്യക്തിയായിരിക്കാം, നിങ്ങളുടെ ജീവിതത്തിൽ ഇറങ്ങിപ്പോയ ഒരു വ്യക്തിയായിരിക്കാം, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിങ്ങളെ ഇട്ടെറിഞ്ഞു പോയ ഒരു വ്യക്തിയായിരിക്കാം, ഒരു തേർഡ് പാർട്ടിയുടെ കൂടെ പോയ വ്യക്തിയായിരിക്കാം. അതുകൊണ്ട് തന്നെ എല്ലാം പഴയതുപോലെ ആകണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവർക്ക് ദൂരത്ത് നിന്ന് ഇപ്പോൾ നിങ്ങളെ നോക്കിക്കാണാനേ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ കഴിയുകയുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ തെറ്റുകൊണ്ടാണ് ഈ ഒരു ബന്ധം എൻഡായി പോയതായിട്ട് കാണുന്നത്. അവർക്കൊരു കുറ്റബോധമുണ്ട് അതിൽ. നിങ്ങളല്ലായിരുന്നു കുറ്റക്കാർ, നിങ്ങൾ ശരിയാണെന്ന് അവർക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. അവരുടെ ഭാഗത്തു നിന്നുണ്ടായൊരു തെറ്റ് അതായത് ഒരു തേർഡ് പാർട്ടി റിലേഷൻ ആവാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലൊരു തേർഡ് പാർട്ടി, അതായത് നിങ്ങളുടെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി വന്നു, നിങ്ങളെ മനസ്സിലാക്കാതെ ആ ഒരു വ്യക്തി തേർഡ് പാർട്ടിയെ സ്വീകരിച്ച് അവരുടെ കൂടെ പോയി. പക്ഷേ ഇപ്പോൾ അവർ ഒറ്റപ്പെടുന്നുണ്ട് ആ ഒരു ബന്ധത്തിൽ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നുണ്ടെങ്കിലും അവർക്കിപ്പോൾ നിങ്ങളെ ദൂരെ നിന്ന് നോക്കിക്കാണാനേ അവർക്ക് കഴിയുകയുള്ളൂ, ദൂരത്ത് നിന്ന് നോക്കിക്കാണാനേ അവർക്ക് സാധിക്കുകയുള്ളൂ. എങ്കിലും ഒരു മാറ്റം അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ഒരു ബന്ധത്തിൽ അവർ ദൈവത്തെ വിളിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു മാറ്റം ഈ ഒരു ബന്ധത്തിൽ ഉണ്ടാവണമെന്നവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു സമയമാണെന്നാണ് കാണുന്നത്. ഇവിടെ ഒരു നൈറ്റ് ഓഫ് സോഡ് വന്നിട്ടുണ്ട്. നൈറ്റ് ഓഫ് സോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അടുത്ത നീക്കത്തിനെ സൂചിപ്പിക്കുന്ന കാർഡാണ്. പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ. കാര്യം അവർക്ക് ഒരുപാട് നാളായിട്ട് അവരുടെ മനസ്സിനെ അലട്ടുന്നൊരു നീറ്റലാണ് നിങ്ങൾ. കാര്യം നിങ്ങളെപ്പോലെ അവരെ ആരും സ്നേഹിച്ചിട്ടുണ്ടാവില്ല. ഇതൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആവാം, ലവറാവാം. ഇത് കാണുന്നത് പല എനർജീസ് ഉണ്ട്. അപ്പം നിങ്ങളെപ്പോലെ ആരും അവരെ സ്നേഹിച്ച് കാണത്തില്ല, മനസ്സിലാക്കി കാണത്തില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഇനിയൊരു ക്ഷമ നശിച്ചതായിട്ട് കാണുന്നുണ്ട്. പെട്ടെന്നൊരു തീരുമാനം എടുക്കുന്നതായിട്ടാണ് നൈറ്റ് ഓഫ് സോഡ് എനർജിയിലൂടെ മനസ്സിലാകുന്നത്. അതായത് പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ അവർ ആലോചിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവരുടെ അപ്രതീക്ഷിത മെസ്സേജോ കോളോ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് ഈ ഒരു കാർഡ്. കാര്യം ഒരു കോണ്ടാക്റ്റ് വരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളിലേക്ക് അവരുടെ. എന്നാണ് അവരുടെ ചിന്തകളിൽ നിറയെ നിങ്ങളാണ്. നിങ്ങൾ ഇല്ലാതെ അവർക്ക് ജീവിക്കാനായിട്ട് പറ്റില്ല എന്നൊരു തിരിച്ചറിവ് അവർക്ക് ഉണ്ടാകുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ ലാസ്റ്റ് വന്നൊരു കാർഡ് ഒരു ജഡ്ജ്മെൻറ്റ് കാർഡാണ്.
അതായത് വിധി നിങ്ങളെ വീണ്ടും ഒന്നിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതായിട്ടാണ് ഈ ഒരു ജഡ്ജ്മെൻറ്റ് കാർഡ് സൂചിപ്പിക്കുന്നത്. ഹൃദയങ്ങൾ തമ്മിലുള്ള ബന്ധം ഇപ്പോഴും സജീവമാണ്. അതായത് നിങ്ങൾ തമ്മിലുള്ള ആത്മബന്ധം ഇപ്പോഴും സജീവമാണ്. അവർക്ക് പശ്ചാത്താപം ഉണ്ട്. ഈ ഒരു കാര്യത്തിൽ ഒരു റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ എനിക്കിതിൽ നിന്ന് മനസ്സിലായത്, ഈ ഒരു കാർഡുകളിൽ നിന്നൊക്കെ മനസ്സിലായത്, അവർ നിങ്ങളെ മറന്നിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാത്രികാലങ്ങളിൽ അവരുടെ ചിന്തകളിൽ നിറയെ നിങ്ങളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, കാർഡുകൾ പറയുന്നത് രാത്രികാലങ്ങളിൽ മുഴുവൻ നിങ്ങളെപ്പറ്റിയുള്ള ചിന്തകളാണ് അവരുടെ മനസ്സിൽ എന്നാണ് പറയുന്നത്. പക്ഷേ എന്നിരുന്നാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു മെസ്സേജ്, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ വളർച്ചയിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു സമയമാണ്. അതുപോലെ തന്നെ നിങ്ങൾ സെൽഫ് ലവിന് സ്വയം സ്നേഹിക്കുക. ആ ഒരു വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. പക്ഷെ നിങ്ങൾ സ്വയം സ്നേഹിക്കേണ്ട ഒരു സമയം കൂടെയാണ്. അതുപോലെ എൻ്റെ റീഡിങ് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെയുണ്ട്. ഇതൊരു ജനറൽ റീഡിങ് മാത്രമാണ്. നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നിങ്ങളുടെ ലൈഫിലേക്ക് എടുക്കാവുള്ളൂ. നിങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ലൈഫിലേക്ക് ഫോഴ്സ്ഫുള്ളി അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു. എല്ലാവരെയും ദൈവം രക്ഷിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ, ഗുരുവായൂരപ്പ. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നിടം വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.